ദാവനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. ആരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നും അറിയിക്കട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ ഞായറാഴ്ച വിശുദ്ധ കുർബാനയുടെ എവൻഗേലിയൻ വായനാ ധ്യാനത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദിയും അറിയിക്കുന്നു. ക്നാനായിത്തോ അല്ലെങ്കിൽ ക്നാനായക്കാരിയുടെ ഞായറാഴ്ച എന്നാണ് നമ്മൾ ഇതിനെ പിതാക്കന്മാർ വിളിക്കുന്നത്. നമ്മൾ ഇന്ന് വരെയും തുടർന്നു പോരുന്ന നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ പറയുന്നത് വിശുദ്ധ നോമ്പിലെ 4-ാമത്തെ ഞായറാഴ്ചയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സന്ധ്യാവായനയായിട്ട് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 37 വരെ വാക്യങ്ങളും, പ്രഭാത വായന വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ വാക്യങ്ങളും, പഴയ നിയമത്തിൽ നിന്ന് ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 7-ാം അധ്യായം 10 മുതൽ 17 വരെ വാക്യങ്ങളും, ഹഗായി പ്രവചനം 1-ാം അധ്യായം 7 മുതൽ 11 വരെ വാക്യങ്ങളും, ഏശയ്യാ പ്രവചനം 56-ാം അധ്യായം 2 മുതൽ 5 വരെ വാക്യങ്ങളും, വിശുദ്ധ കുർബാനയ്ക്ക് ലേഖനങ്ങളായിട്ട് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 32 വരെ വാക്യങ്ങളും, റോമർ ലേഖനം 7-ാം അധ്യായം 14 മുതൽ 25 വരെ വാക്യങ്ങളുമാണ്. എവൻഗേലിയോൻ വിശുദ്ധ മത്തായി 15-ന്റെ 21 മുതൽ 31 വരെ വാക്യങ്ങളാണ്. നോമ്പിലെ 4-ാമത്തെ ഞായറാഴ്ച, ക്നാനായിത്തോ ഞായറാഴ്ച. നമുക്ക് അല്പസമയം ഈ ദൈവവചനങ്ങളെ ഒന്ന് ധ്യാനിക്കാം, കണ്ണുകളടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. നീ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുവാൻ തക്കവണ്ണം കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി അനുഗ്രഹം നൽകി അവിടുന്ന് കാത്ത് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അനുവർത്തിക്കുന്നവരായി തീരുവാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭയത്തിൽ നിന്നും എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും കാവലും കൂട്ടും കോട്ടയും പ്രാർത്ഥനയും അപേക്ഷിക്കുന്നു. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സന്ധ്യയുടെ വായന വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 37 വരെ വാക്യങ്ങളും, എവൻഗേലിയോൻ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി 15-ന്റെ 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങളും ഒരേ കാര്യങ്ങളാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. കൊണ്ട് നമുക്കത് ഒരുമിച്ച് എവൻഗേലിയോൻ വായനയുടെ ഭാഗത്ത് ധ്യാനിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മളിപ്പോൾ തുടങ്ങുന്നത് പ്രഭാത വായനയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങൾ. യേശു തമ്പുരാൻ കഫർനഹൂമിൽ പ്രവേശിച്ചു. അവിടെ ഒരു ശതാധിപന് പ്രിയനായിരുന്ന ഒരു ദാസൻ ദീനം പിടിച്ച് മരിക്കാറായി കിടന്നിരുന്നു. ശതാധിപൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ട് അവൻ്റെ അടുക്കലേക്ക് യഹൂദന്മാരുടെ കാശീസന്മാരെ അയച്ച് യേശു തമ്പുരാൻ ചെന്ന് ആ ദാസനെ രക്ഷിക്കത്തക്കവണ്ണം അപേക്ഷിച്ചു. കാശീസന്മാർ യേശു തമ്പുരാൻ്റെ അടുക്കൽ ചെന്ന് താല്പര്യമായി അവനോട് അപേക്ഷിക്കുകയും ഇങ്ങനെ പറയുകയും ചെയ്തു: നിൻ്റെ ഈ പ്രവൃത്തിക്ക് അവൻ അർഹനാണ്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനങ്ങളെ സ്നേഹിക്കുകയും നമുക്കായി ഒരു സംഘാലയം പണിയിച്ചു തരികയും ചെയ്തിട്ടുള്ളവനാണ്. പ്രിയമുള്ളവരെ, പ്രഭാത വായന നമുക്കെല്ലാവർക്കും പരിചയമുള്ള വായനയാണ്. ഒരു ശതാധിപൻ്റെ ഭൃത്യനെ യേശു സുഖപ്പെടുത്തുന്നതാണ്. ശതാധിപൻ പുരോഹിതന്മാരെ യേശുവിൻ്റെ അടുക്കൽ അയച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭൃത്യനെയും ദീനമായി കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ദാസനെ സൗഖ്യമാക്കണമെന്ന് പറയുകയാണ്. ശതാധിപനുള്ള ചില ഗുണങ്ങൾ: ഒന്ന്, ശതാധിപന് തൻ്റെ
പ്രിയനായിരുന്ന ദാസൻ അല്ലെങ്കിൽ അടിമ. അവിടെ എങ്ങനെയാണ് നമ്മൾ വായിച്ചത്? എൻ്റെ പ്രിയനായിരുന്ന ദാസൻ എന്നാണ്. സാധാരണ മനുഷ്യർക്ക് അത്തരത്തിലൊരു ധാരണ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് ഇദ്ദേഹം പട്ടാളത്തിലെ അംഗമാണ്. റോമൻ പട്ടാളത്തിലെ 100 പേരുടെ ലീഡറാണ്, അല്ലെങ്കിൽ 100 പേരുടെ തലവനാണ്. ഇദ്ദേഹമാണ് തൻ്റെ ഭൃത്യനോട്, തൻ്റെ വേലക്കാരനോട് സ്നേഹം കാണിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ വ്യക്തി ഗുണം, ഇയാൾക്ക് സകല മനുഷ്യരോടുമുള്ള ബന്ധത്തിൽ, മുതിർന്ന അല്ലെങ്കിൽ മൂപ്പന്മാരോടുള്ള ബന്ധത്തിലാണെങ്കിൽ കാശീസന്മാരും എന്ന് പറയുന്നത് ഈ പ്രവൃത്തി അവൻ്റെ മകനെ, അവൻ്റെ പ്രിയതയെ സഹായിച്ച് കൊടുക്കേണ്ടത് നല്ലതാണ്. എന്നാൽ അവൻ നമ്മളോട് താല്പര്യമായി ഇടപെടുന്നവനും നമ്മളെ സ്നേഹിക്കുകയും നമ്മുടെ ജനങ്ങളെ സ്നേഹിക്കുകയും നമുക്കൊരു സംഘാലയം പണിയിച്ച് തരികയും ചെയ്തിട്ടുള്ളവനാണ്. അപ്പോൾ ഒരു വശത്ത് യഹൂദന്മാരായിട്ടുള്ള ആ യഹൂദ വിഭാഗത്തിലുള്ള എല്ലാവരെയും സ്നേഹിക്കുന്നു, ഒപ്പം തന്നെ ഈ ശതാധിപൻ അദ്ദേഹത്തിൻ്റെ ഭൃത്തിനെയും വളരെ കാര്യമായി സ്നേഹിക്കുന്നു. അപ്പോൾ ആരോടും വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അത് ഒരു നല്ല ക്വാളിറ്റിയാണ്. നമുക്കത് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ എല്ലാവരോടും ഒരേപോലെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ കാശീസന്മാരുടെ ഇടപെടലുണ്ടായി യേശു അവൻ്റെ ഭവനത്തിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല, നീ എൻ്റെ കുടിലിൽ പ്രവേശിക്കുവാനുള്ള യോഗ്യത എനിക്കില്ല, നിൻ്റെ അടുക്കിലേക്ക് വരുവാൻ പോലും എനിക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് ഒരു വാക്ക് മാത്രം കൽപ്പിക്കണമേ, എൻ്റെ ദാസൻ സുഖപ്പെട്ടുകൊള്ളുമെന്ന് പറയുകയാണ്. ഒരു വാക്ക് മാത്രം കൽപ്പിക്കുക, ഒറ്റ വാക്ക്. നിൻ്റെ ഭൃത്തൻ സുഖപ്പെട്ടിരിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. അതിന് അദ്ദേഹം കാരണം പറയുന്നത്, എൻ്റെ കീഴിലും ജോലിക്കാരുണ്ട്, ഞാനും അധികാരത്തിലുള്ള ഒരാളാണ്, എൻ്റെ കീഴിലും ആളുകളുണ്ട്, അവരോട് ഞാൻ വരാൻ പറഞ്ഞാൽ വരും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, പോകുക എന്ന് പറഞ്ഞാൽ പോകും, അനുസരിക്കേണ്ടവരാണ് അവർ. അതുകൊണ്ട് ഈ പ്രകൃതിയെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുവാനുള്ള ശക്തിയുള്ള നിനക്ക് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്ന് പറയുകയാണ്. അപ്പോഴാണ് യേശുമ്പുരാൻ പറയുന്നത്, ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, പുറകെ വരുന്ന ജനക്കൂട്ടങ്ങളോട് പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇങ്ങനെയുള്ള വിശ്വാസം കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ ആരും തന്നെ ഇത്തരം ഒരു വിശ്വാസത്തോടുകൂടി ഇവൻ ദൈവപുത്രനാണ്, സർവശക്തനാണ്, സകലത്തിൻ്റെയും മീതെ അധികാരമുള്ളവനാണ് എന്ന് വിശ്വസിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞു അയക്കപ്പെട്ടവൻ വീട്ടിലേക്ക് തിരികെ ചെന്നപ്പോൾ രോഗിയായിരുന്ന ദാസനെ സ്വസ്ഥനായി കാണുകയും ചെയ്തു. ആ സമയം തന്നെ അവൻ സുഖപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ശതാധിപൻ്റെ വിശ്വാസം വളരെ വലുതാണ്. എന്താണ്? ഒന്ന്, തൻ്റെ ഭൃത്യനോട് കാരുണ്യം കാണിക്കുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ, അയാൾ ശ്രദ്ധിക്കപ്പെടുകയാണ്. 2, ഇയാൾ സ്വയം വിനീതനാവുകയാണ്, സ്വയം എളിമപ്പെടുകയാണ്. മറ്റൊന്ന്, ഇയാൾ യേശുവിനെ എല്ലാം സാധിക്കുമെന്ന്, യേശു വലിയവനാണെന്ന് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണ്. അതാണ് പ്രിയമുള്ളവരെ ആ ഭാഗത്ത് നിന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. നമുക്ക് വലിയ താഴ്മ, വിനയം ദൈവസന്നിധിയിൽ ഉണ്ടാകണം, യേശുവിൻ്റെ അടുക്കൽ നമുക്കുണ്ടാകണം. നമ്മളും ഓരോ വിശുദ്ധ കുർബാനയിലും യേശുവിനെ കാണുന്നവരും യേശുവിനെ അനുഭവിക്കുന്നവരുമാണ്. നമുക്ക് ആ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോകാം. പഴയ നിയമ പുസ്തകങ്ങളിലാണ് എഴുതപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ നമുക്കൊന്ന് ചിന്തിച്ചു പോകാം. ഖനാന്യ സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം കൊടുക്കുന്ന ഞായറാഴ്ചയിലെ പഴയ നിയമ വായന ഞാൻ നേരത്തെ വായിച്ച് കേൾപ്പിച്ചാണ്. ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേൽ 7-ാം അധ്യായം 24 മുതൽ
1 ശമൂവേൽ 7-ാം അധ്യായം 10 മുതൽ 17 വരെ വാക്യങ്ങൾ. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധത്തിന് സമീപിച്ചു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ ഭ്രമിപ്പിച്ചു എന്നാണ് നമ്മളത് വായിച്ചവിടെ തുടങ്ങുന്നത്. ദൈവസന്നിധിയിൽ യാഗം കഴിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരാളെയും ആർക്കും ഉപദ്രവിക്കാൻ സാധിക്കില്ല. ദൈവം അവർക്ക് ഭയങ്കരമായ സംരക്ഷണമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ശമൂവേൽ ജീവപര്യന്തം ആദിയോടന്തം ഇസ്രായേലിന് ന്യായപാലനം ചെയ്ത് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് വായിച്ച് കേൾക്കുന്നത്. ജീവപര്യന്തം ഇടയ്ക്ക് വെച്ച് നിന്നുപോയില്ല. നമ്മളും ചിന്തിക്കുക, നമ്മുടെ വിശ്വാസ ജീവിതം ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലുമൊക്കെ നിന്നു പോകുകയോ അല്ലെങ്കിൽ നമ്മളതിൽ നിന്നൊക്കെ മാറിപ്പോകും. ചില ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സൺഡേ സ്കൂൾ അധ്യാപകർ ഒരു കാലത്ത് സൺഡേ സ്കൂളിൽ കുറച്ച് പഠിപ്പിച്ചു, ഇപ്പോൾ നിർത്തിയെന്നാണ് അവർ പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, ശുശ്രൂഷക്കാർ മദ്ബഹായിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നവർ കുഞ്ഞുനാളൊക്കെ ആയിരിക്കുമ്പോൾ ശുശ്രൂഷയ്ക്ക് കയറി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിർത്തി. വൈദികരൊക്കെ ആണെങ്കിൽ ആദ്യകാലത്തുള്ള ശുഷ്കാന്തിയൊന്നും പിന്നീട് കാലത്തില്ല. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് വെച്ച് നിന്നു പോകുന്ന ആത്മീയത, ഇവിടെ ശമൂവേലിൻ്റെ ആത്മീയത, ശമൂവേലിൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവജനവുമായിട്ടുള്ള ബന്ധം ജീവപര്യന്തം ആദിയോടന്തം ശമൂവേൽ ക്രമീകരിച്ചു പോന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വായിച്ചത്. അതുകൊണ്ട് അവിടെ ഫെലിസ്ത്യരെ ദൈവം ഇസ്രായേലിൽ നിന്ന് അകറ്റിയതുകൊണ്ട്, ദൂരെ ഓടിച്ചു കളഞ്ഞതുകൊണ്ട് ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്ക് ശേനിനും മധ്യ നാട്ടി. എന്നിട്ട് പറഞ്ഞു, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞതിന് ഏബൻ ഏസേർ എന്ന് പേരിട്ടു. ഏബൻ ഏസേർ അല്ലെങ്കിൽ എബനേസർ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. നമുക്കും നമ്മുടെ ശുശ്രൂഷയിലൊക്കെ എപ്പോഴും ഒരു ഓർമ്മ, നമ്മുടെ ആരാധനയിലൊക്കെ നമ്മളായിരിക്കുമ്പോൾ എപ്പോഴും ഒരു ഓർമ്മ സൂക്ഷിക്കുന്നതാണ്, ഇത്രത്തോളം ദൈവം എന്നെ സഹായിച്ചു. നാളിതുവരെ ഞാൻ കടന്നു പോകുന്നത്, ഞാൻ ഇന്നായിരിക്കുന്ന മേഖലയിലൊക്കെ എൻ്റെ ദൈവം എന്നെ സഹായിച്ചതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നല്ലതാണ്. രണ്ടാമത്തെ വായന പഴയ നിയമത്തിലെ ഹഗായി പ്രവചനത്തിൽ നിന്നാണ്. 1-ാം അധ്യായം 7 മുതൽ 11 വരെ വാക്യങ്ങൾ. നല്ലൊരു രസകരമായൊരു വായനയും കൂടിയാണത്. അത് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ മാർഗങ്ങളെ പരിശോധിച്ച് നോക്കുവിൻ, നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് മന്ദിരം പണിയുവിൻ, ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടും എന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. രസകരമായ വായനയെന്ന് പറയാൻ കാരണം അതിനകത്ത് രസമുണ്ടായിട്ടല്ല, കുറച്ചും കൂടി നമ്മുടെ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട്, അത് നമ്മളുടെയും കൂടി അനുഭവമായതുകൊണ്ട് അതാണ് രസകരമെന്ന് ഞാൻ പറയാൻ കാരണം. ഒന്ന്, മാർഗങ്ങളെ പരിശോധിച്ച് നോക്കാനാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് മന്ദിരം പണിയുവൻ, ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടുന്ന യഹോവ. ഇനിയാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം. നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, ഞാനോ എന്നാൽ അത് അല്പമായി തീർന്നു. നമ്മളെപ്പോഴും നമ്മുടെ വരുമാനം, ഇതിവിടെ വരുമാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മുടെ വരുമാനമൊക്കെ നമ്മളെപ്പോഴും അധികമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും അതനുസരിച്ച് വഴിപാടുകളൊക്കെ കഴിക്കുന്നവരാണ്. ഇവിടെ പറയുന്നു, നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, എന്നാൽ അത് അല്പമായി തീർന്നു. നിങ്ങളത് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനും അത് ഊതിക്കളഞ്ഞു. അതെന്തുകൊണ്ട്? നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധി ഇല്ലാത്തതിൻ്റെ കാരണം ദൈവം നമുക്കത് നഷ്ടപ്പെടുത്തുന്നതുകൊണ്ടാണെന്ന് ദൈവം ഇസ്രായേൽക്കാരോട് പറയുന്നത് തന്നെ ഇന്ന് നമ്മളോട് പറയുകയാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുക. നമുക്ക് അധികം കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരുന്നു. ഇപ്പോൾ ഒരു ബിസിനസ് തന്നെ ഈ വർഷം അധിക ലാഭം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അധികം ഉണ്ടായില്ല. മാത്രമല്ല, ഉള്ളത് വീട്ടിൽ നല്ലൊരു കാര്യത്തിന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു,
ഞാനോ അത് ഊതിക്കളഞ്ഞു, അതില്ലാതെയാക്കി കളഞ്ഞു. അതെന്തുകൊണ്ട്? എൻ്റെ മന്ദിരം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുവനും അവനവൻ്റെ ഭവനത്തിലേക്ക് ഓടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ന്. അപ്പോൾ മന്ദിരം ശൂന്യമായി കിടക്കുന്നതാണ്, ദൈവാലയം ശൂന്യമായി കിടക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ദൈവാലയം ശൂന്യമായി കിടക്കുമ്പോൾ ഓരോരുത്തരും അവനവൻ്റെ ആ ഭവനം വലുതായി ക്രമീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഓടുന്നു. അവ രണ്ടായിട്ട് നമുക്കിതിനെ കാണാം. ഒന്ന്, നമ്മളുടെ ചുറ്റുപാടിൽ നമ്മുടെ ദൈവാലയത്തോട് നമ്മൾ നിത്യേന ആരാധനയ്ക്കായി പോകുന്ന ദേവാലയത്തോട് എത്രമാത്രം അടുപ്പം നമുക്കുണ്ട്. അതിൻ്റെ വിശുദ്ധീകരണത്തിനും അവിടെ നടക്കുന്ന സൽക്കർമ്മങ്ങൾക്കൊക്കെ നാം എത്രമാത്രം പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്, എത്രമാത്രം സഹായം ചെയ്യുന്നുണ്ട്. അതൊരു വശത്ത്. ഇനി രണ്ടാമതൊരു വശത്ത്, നമ്മൾ ദേവാലയത്തിനൊക്കെ ധാരാളം കൊടുക്കുന്നവരാണ്. നമ്മളുടെ കഴിവും അതിനപ്പുറത്തൊക്കെ നമ്മൾ ദേവാലയത്തിന് കൊടുക്കുന്നുണ്ട്. എന്നിരിക്കെ പുതിയ നിയമപ്രകാരം ദൈവാലയം എന്ന് പറയുന്നത് നമ്മളാകുന്ന നമ്മുടെ ശരീരമാണ്, നമ്മുടെ ഹൃദയമാണ്. അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എന്ത് ശ്രദ്ധിക്കുന്നുണ്ട്? നമ്മുടെ ആലയം, ഈ ഹൃദയം, കർത്താവ് വസിക്കുന്ന ഈ ഹൃദയം ശൂന്യമായി കിടക്കുമ്പോൾ നമ്മളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ ആത്മാവിൽ ബലപ്പെടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ ശരീരത്തിൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഭവനത്തെ ബലപ്പെടുത്തുന്ന ഒരു രീതിയാണെങ്കിൽ, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇവിടെ അതെന്തുകൊണ്ട് എന്ന ചോദ്യം ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അതെന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ ആലയം ശൂന്യമായി കിടന്നു പറഞ്ഞാൽ നമ്മൾ ആത്മാവിനെക്കുറിച്ച് കരുതാതെ, ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് കരുതാതെ, ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് കരുതുന്നത് കൊണ്ട്, ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് കരുതുന്നത് കൊണ്ട് നമുക്ക് ഈ കഷ്ടങ്ങളുണ്ടാകുന്നു, അല്ലെങ്കിൽ നഷ്ടങ്ങളുണ്ടാകുന്നു എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് വായിച്ച ഭാഗം എന്താണ്? ഫെലിസ്ത്യരെ കർത്താവ് ഓടിച്ചു. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ യഹോവ ഇത്രയും കാലം നമ്മളെ സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശമൂവേൽ ദൈവത്തിന് എബനേസർ എന്ന അർത്ഥത്തിൽ ഒരു കല്ല് നാട്ടി ആരാധന നടത്തിയെങ്കിൽ, ഇസ്രായേലിൻ്റെ ഹഗായി പ്രവാചകൻ്റെ കാലത്ത് ദൈവം പറയുന്നു, നിങ്ങളെ എനിക്ക് എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും? നിങ്ങൾക്ക് ആത്മീയമായി ഒരു ഉണർവും ഇല്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മൂലം ആകാശം മഞ്ഞ് പൊഴിക്കാതെ ബന്ധിച്ചിരിക്കുന്നു, ഭൂമി വിളവ് തരുന്നതുമില്ല. ഞാൻ ദേശത്തിന്മേലും മലകളിന്മേലും ധാന്യത്തിന്മേലും വീഞ്ഞിന്മേലും എണ്ണയിന്മേലും നിലത്തെ വിളവിന്മേലും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും കൈകളുടെ സകല അധ്വാനത്തിന്മേലും വറുതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ജീവിക്കേണ്ടവരാണ്. അപ്പോൾ ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ശമൂവേൽ ഇസ്രായേലിനെ ജീവപര്യന്തം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദോഷവും ആ ഇസ്രായേലുണ്ടായിരുന്നില്ല. എന്നാൽ ഹഗായി പ്രവാചകൻ്റെ കാലത്ത് ഇസ്രായേലിന് ദോഷം മാത്രമേ ഉള്ളൂ എന്ന്. കാരണം എന്താണ്? പ്രവാചകനോട് ദൈവം പറയുകയാണ്, നിങ്ങളെ തന്നെ പണിയുവാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ വീടിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ. ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് ശ്രദ്ധയില്ല. അതുകൊണ്ട് മലയിൽ ചെന്ന് മരം വെട്ടിക്കൊണ്ടുവരാനാണ് പറയുന്നത്, കൂടുതൽ അധ്വാനിച്ചു കൊണ്ടുവരാനാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ മലയും നമ്മുടെ അധ്വാനവും ഏതാണെന്നാണ് മൂന്നാമത്തെ വായനയിൽ മൊത്തമുള്ള ഏശയ്യാ ദീർഘദർശി പറയുന്നത്. 56-ാം അധ്യായം 2 മുതൽ 5 വരെ വാക്യങ്ങൾ. ശാബത്തിനെ അശുദ്ധമാക്കാതെ ആചരിച്ച് ദോഷം പ്രവർത്തിക്കാതെ വണ്ണം തൻ്റെ കൈ കാത്തുകൊണ്ട് ഇത് ചെയ്യുന്ന മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. ഹല്ലേലൂയ. ശബത്തിനെ എത്രയോ ക്രമീകരിച്ച ഭാഗമാണ് 3. ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിച്ച് ദോഷം പ്രവർത്തിക്കാതെ വണ്ണം തൻ്റെ കൈ കാത്തുകൊണ്ട് ഇത് ചെയ്യുന്ന മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ, യഹോവ എന്നെ തൻ്റെ ജനത്തിൽ നിന്ന്
എന്നെ തീർച്ചയായും അകറ്റി നിർത്തുമെന്ന് പറയരുത്. ഷണ്ഡനും ഞാനൊരു ഉണങ്ങിയ വൃക്ഷമെന്ന് പറയരുത്. എല്ലാവർക്കും നല്ല അനുഗ്രഹം. ദൈവത്തോട് ചേർന്ന് നിന്നാൽ ഷണ്ഡനെന്നില്ല, ഹീനജാതിക്കാരനെന്നില്ല, ഇസ്രായേൽക്കാരനെന്നില്ല. എല്ലാവരെയും ഒരുപോലെ കാക്കുന്ന, കരുതുന്ന ഒരു ദൈവം. എൻ്റെ ശബത്ത് ആചരിക്കുകയും എനിക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എൻ്റെ പ്രമാണം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഷണ്ഡന്മാരോട് യഹോവയായ ഞാൻ ഇപ്രകാരം പറയുന്നു: ഞാൻ അവർക്ക് എൻ്റെ മന്ദിരത്തിലും എൻ്റെ മതിലകങ്ങളിലും പുത്രീപുത്രന്മാരെക്കാൾ വിശേഷമായൊരു ജ്ഞാപകവും പേരും കൊടുക്കും. ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നാമം തന്നെ ഞാൻ അവർക്ക് നൽകും. അതുകൊണ്ട് ഇന്ന് മക്കളില്ലാത്തവർ പോലും ശ്രദ്ധിക്കുക, സങ്കടപ്പെടേണ്ട. നിങ്ങൾക്ക് മക്കളുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ പേരിനെ അതിനെ വെല്ലുന്ന, അതിനേക്കാളും വലുതായ, ഒരിക്കലും ഛേദിക്കപ്പെടാത്ത, ഒരിക്കലും വെട്ടിക്കളയാത്ത, അറ്റുപോകാത്ത ഒരു ശാശ്വത നാമം നൽകുമെന്ന്, ഒരു വിശുദ്ധ നാമം നൽകുമെന്ന് ദൈവം പറയുകയാണ്. എന്താ കാരണം? ശബത്തിനെ അശുദ്ധമാക്കരുത്. ഈ 3 വായനകളും പ്രിയമുള്ളവരെ തുല്യമാണ്. തൊട്ട് മുമ്പ് നമ്മൾ വായിച്ച പ്രഭാതത്തിൻ്റെ എവൻഗേലിയോനിൽ നമ്മൾ വായിച്ചു, ആ അന്യജാതിക്കാരൻ, ആ ശതാധിപൻ തൻ്റെ ഭൃത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ അവൻ അത് ചെയ്തു കൊടുത്തു എന്നാണ്. ഇവിടെ അന്യജാതിക്കാരൻ യഹോവ എന്നെ തൻ്റെ ജനത്തിൽ നിന്ന് തീർച്ചയായും അകറ്റി നിർത്തുമെന്ന് പറയരുത് എന്ന് ദൈവം തന്നെയാണ് പറയുന്നത്. കാരണം അകറ്റി നിർത്തില്ല, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് പ്രിയമുള്ളവരെ നാം ഇവിടെ കാണുന്നത്. നമുക്കും ഇതുപോലെ ഓരോ ആരാധനയും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ അനുഗ്രഹത്തിനായി, വലിയ വിശ്വാസത്തോടു കൂടെയുള്ള എന്താ പറയുന്നത്, ആഴമേറിയ ദൈവിക അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ട്, കൃപ ലഭിച്ചുകൊണ്ട്, ദൈവത്തെ അറിഞ്ഞ് ആരാധിച്ച് മനസ്സിലാക്കി ഈ ധ്യാനങ്ങളൊക്കെ നമുക്കൊരുപാട് പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ നമ്മൾ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കണം. യേശുവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളെല്ലാം മറന്നു പോകാതെ ഈ ആളുകളെല്ലാം അനുഭവിച്ച ദൈവ സ്നേഹം ഞങ്ങൾക്കും അനുഭവിക്കുവാൻ, ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരേ മനസ്സോടെ, ഒരേ സ്നേഹത്തോടെ, ഒരേ ഐക്യത്തോടെ പ്രവർത്തിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ജ്ഞാനത്വ ഞായറാഴ്ചയുടെ ലേഖനങ്ങളിൽ പൗലോസ്ലീഹയുടെ പുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന്, അനുഭവത്തിൽ നിന്നാണ് നമ്മളിന്ന് വായിക്കുന്നത്. അതിൽ 22 മുതൽ തിരുവചനങ്ങളാണ് 32 വരെയുള്ളത്. 20-ാം അധ്യായം. ഇപ്പോൾ ഇതാ ആത്മാവിൽ ബന്ധിതനായി ഞാൻ യെരൂശലേമിലേക്ക് പോകുന്നു. അവിടെ എനിക്ക് എന്തെല്ലാം സംഭവിക്കുമെന്ന് ഞാൻ അറിയുന്നില്ല. ഇതാണ് നമ്മൾക്കും ജീവിതത്തിൽ വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ യാത്ര ചെയ്യുന്നത് ആത്മാവിലാണ്. എന്ത് സംഭവിച്ചാലും അത് നമുക്ക് നന്മയ്ക്കായി മാറുമെന്നുള്ള പ്രത്യാശയോടുകൂടി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണ്. എങ്കിലും പൗലോസ്ലീഹ പറയുകയാണ്, ബന്ധനങ്ങളും ഞെരുക്കങ്ങളും നിനക്ക് വരുവാനിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും എന്നോട് സാക്ഷീകരിച്ചു പറയുന്നു. എന്നാൽ ഞാൻ എൻ്റെ ജീവനെ കാര്യമായി വിചാരിക്കുന്നില്ല. ദൈവകൃപയുടെ സുവിശേഷത്തെ സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഓട്ടത്തെയും കർത്താവായ യേശുവിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്ന ശുശ്രൂഷയെയും നിവർത്തിക്കണമെന്നേ എനിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ച ജോലി ഒരു കാരണവശാലും പൂർത്തിയാകാതിരിക്കുന്നില്ല. എന്തെല്ലാം ഞെരുക്കങ്ങളും എന്തെല്ലാം പീഡനങ്ങളും എന്തെല്ലാം സഹനങ്ങളുണ്ടായാലും വിളിച്ചവൻ വിശ്വസ്തനായതുകൊണ്ട് ഏൽപ്പിച്ച കാര്യം കൃത്യമായി ചെയ്യുന്നു എന്നാണ് ഉള്ളിലെ തീരുമാനമെന്ന് പറയുകയാണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ ആരംഭത്തിൽ നമ്മൾ ശമൂവേലിൻ്റെ ഭാഗം വായിച്ചപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചായിരുന്നു, ജീവപര്യന്തം. അതും ഇതും ഏകദേശം ഒരു തുല്യ അനുഭവമാണ്.
എന്തെല്ലാം പീഡനങ്ങൾ തനിക്ക് തൻ്റെ മുമ്പിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. പക്ഷേ തൻ്റെ ജീവനെ കാര്യമായി പരിഗണിക്കുന്നില്ല. സ്വന്തം ജീവനെ ഒരിക്കലും കാര്യമായി ഇങ്ങനെയായിരിക്കണം ദൈവവേല ചെയ്യുന്നവർ. കുറച്ചും കൂടി സുവിശേഷ വേലയിലൊക്കെ ആയിരിക്കുന്നവർക്കും ദേവാലയ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുന്നവർക്കും സഭാ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുന്നവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു ദൂതാണ്. എന്താണ് പറയേണ്ടത്? 28-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആകയാൽ ദൈവം സ്വന്തം രക്തം കൊണ്ട് നേടിയ സഭയുടെ പരിപാലനത്തിനായി പരിശുദ്ധാത്മാവിനാൽ ഏതേത് ഇടവകകളിൽ എപ്പിസ്കോപ്പന്മാരായി നിങ്ങൾ നിയമിതരായിരിക്കുന്നുവോ അതാത് ഇടവകകളെയും തങ്ങളെ തന്നെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഏതേത് ഇടവകകളിൽ ദൈവം തൻ്റെ സ്വന്തം രക്തം കൊണ്ട് നേടിയ സഭയുടെ പരിപാലനത്തിനായി പരിശുദ്ധാത്മാവിനാൽ ഏതേത് ഇടവകകളിലാണോ എപ്പിസ്കോപ്പന്മാരായി നിങ്ങൾ നിയമിതരായിരിക്കുന്നത് അവിടെയാണ് ഓരോരുത്തരുടെയും ശുശ്രൂഷ. ഏതിടവകയിലാണ് 3 വർഷം കൂടുമ്പോൾ വൈദികർക്കൊക്കെ സ്ഥലം മാറ്റമുണ്ട്, ട്രാൻസ്ഫർ ഉണ്ട്. ചില സമയത്തൊക്കെ ചില സാഹചര്യങ്ങളിലൊക്കെ ആളുകൾ പ്രത്യേകിച്ച് ആ സ്ഥലമാറ്റ സമയത്തൊക്കെ ദേഷ്യപ്പെടാറുണ്ട്. അവർ ആഗ്രഹിച്ചടുത്ത് കിട്ടിയില്ല, എളുപ്പമുള്ളടുത്ത് കിട്ടിയില്ല എന്നൊക്കെ. പക്ഷെ ഇവിടെ പൗലോസ്ലീഹ പറയുന്നു, സ്വന്തം രക്തം കൊണ്ട് നേടിയ സഭയുടെ പരിപാലനത്തിനായി പരിശുദ്ധാത്മാവിനാൽ ഏതേത് ഇടവകകളിൽ. വളരെ ചുരുക്കം വൈദികർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എത്ര ദൂരമാണെങ്കിലും എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ദൈവാത്മാവ് നയിക്കുന്നിടത്തേക്ക് ഞാൻ പോകും. ദൈവമാണ് എനിക്ക് ആ ജനത്തെ തരുന്നതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഞാൻ അതുകൊണ്ട് ഇന്ന് വരെയും അരമനെ ചെന്നിട്ട് എനിക്ക് അത് വേണ്ട ഇത് വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ചുരുക്കം ചില വൈദികരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓരോ ഇടവകയിലും അവനവൻ ചെയ്യുന്ന ശുശ്രൂഷ, ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ആ ശുശ്രൂഷ ദൈവാത്മാവിനാൽ നിറഞ്ഞ് അതിൻ്റെ പിന്നിൽ എന്തെല്ലാം കഷ്ടതകളുണ്ട്, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെന്ന് അറിഞ്ഞാലും അതൊന്നും വകവെക്കാതെ ദൈവത്താലാണത് നിയോഗിക്കപ്പെട്ടിരിക്കുന്നുള്ള ബോധത്തോടു കൂടി മുന്നോട്ട് പോകണമെന്ന് പൗലോസ്ലീഹ ഈ വചന ശുശ്രൂഷയിലൂടെ നമ്മൾക്ക് തരികയാണ്. എന്താണ് അതിൻ്റെ 32-ാമത്തെ വാക്യം പറയുന്നത്? എന്താണെന്ന് നോക്കിയോ. നിങ്ങൾക്ക് അഭിവൃദ്ധി വരുത്തുന്നതിനും സകല വിശുദ്ധന്മാരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വചനം കേട്ട് നല്ലൊരു ആധ്യാത്മിക ഉണർവുള്ള ശുശ്രൂഷകരായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ വായന പൗലോസ്ലീഹയുടെ തന്നെയാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. 7-ാം അധ്യായം 14 മുതൽ 24 വരെ വാക്യങ്ങളാണ്. ന്യായപ്രമാണത്തെക്കുറിച്ചാണ് പൗലോസ്ലീഹ പ്രതിപാദിക്കുന്നത്. ന്യായപ്രമാണം ആത്മീകമാണ് എന്ന് നാം അറിയുന്നു. ഞാനോ ശാരീരികനും പാപത്തിന് വിൽക്കപ്പെട്ടവനാണ്, ജഡികനും പാപത്തിനായി വിൽക്കപ്പെട്ടവനുമാണ്. ന്യായപ്രമാണം ആത്മീയമാണ്, എന്നാൽ ന്യായപ്രമാണം അനുസരിക്കേണ്ട ശരീരം ജഡികമാണ്, പാപത്തിന് വിൽക്കപ്പെട്ടവനുമാണ് എന്ന് പറഞ്ഞിട്ട് പൗലോസ്ലീഹ പറയാണ്, ഞാൻ പ്രവർത്തിക്കുന്നതിനെ അറിയുന്നില്ല. ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നത് അറിയില്ല, എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ നാട്ടിൽ സാധാരണ ചൊല്ലുന്നതാണ്. ഇഷ്ടപ്പെടുന്നതിനെയല്ല വെറുക്കുന്നതിനെ അത്രയും ഞാൻ പ്രവർത്തിക്കുന്നത്. ഇഷ്ടപ്പെടുന്നതിനെയല്ല വെറുക്കുന്നതിനെ അത്രയും ഞാൻ പ്രവർത്തിക്കുന്നത്. ഇഷ്ടപ്പെടാത്തതിനെ ഞാൻ പ്രവർത്തിക്കുന്നുവെങ്കിൽ ന്യായപ്രമാണം ഉത്തമമെന്ന് ഞാൻ സാക്ഷ്യം നൽകുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. എന്തെന്നാൽ എന്നിൽ, അതായത് ശരീരത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് എനിക്കറിയാം. നന്മയെ ആഗ്രഹിക്കുന്നത് എനിക്ക് എളുപ്പമാണ്, എന്നാൽ അത് പ്രവർത്തിപ്പാൻ എനിക്ക് കഴിവില്ല. അതെന്തുകൊണ്ടെന്നാൽ ഞാൻ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന നന്മയെ അല്ല, പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കാത്തതിനെയാണ് ഞാൻ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണത് പ്രവർത്തിക്കുന്നത്. തിന്മ എന്നോട് അടുത്തിരിക്കുന്നത് കൊണ്ട് നന്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ അഭിപ്രായത്തോട് ചേരുന്നതായ ന്യായപ്രമാണത്തെ ഞാൻ കണ്ടുപിടിക്കുന്നു.
ആന്തരിക പുരുഷൻ മൂലം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്നാൽ എൻ്റെ ഹൃദയത്തിലെ ന്യായപ്രമാണത്തിന് വിരോധമായി പോരാടുകയും എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ കീഴടക്കുകയും ചെയ്യുന്ന വേറൊരു പ്രമാണത്തെ ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിൻ്റെതായ ഈ ശരീരത്തിൽ തന്നെ ആര് രക്ഷിക്കും? യേശുക്രിസ്തുവിൻ്റെ രക്ഷ അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെ മാത്രമേ പൂർണ്ണ രക്ഷയുള്ളൂ, യേശുക്രിസ്തുവിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് പൗലോസ് ഊന്നി പറയുകയാണ്. കാരണം എന്താണ്? പൗലോസിൻ്റെ ഹൃദയത്തിൽ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കണമെന്ന് അത്യധേയ ആഗ്രഹമിരിക്കുമ്പോൾ തന്നെ ശരീരത്തിലെ അവയവങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല. കാരണം ശരീരത്തിലെ അവയവങ്ങളിലേക്ക് വേറൊരു നിയമം നൽകപ്പെട്ടിരിക്കുകയാണ്. അത് ആരുടെ നിയമമാണ്? പിശാചിൻ്റെ നിയമമാണ്. അതുകൊണ്ട് ആഗ്രഹിക്കുന്ന നന്മ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ കഴിയുന്നില്ല എന്നാണ് പൗലോസിലെ പറയുന്നത്. അപ്പോൾ നന്മ ആഗ്രഹിക്കുന്നില്ലെങ്കിലോ സ്ഥിതി എന്താണെന്ന് ചിന്തിച്ചു നോക്കുക. ഇത്രയും 14 ലേഖനങ്ങൾ എഴുതി, ഇത്രയും കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിച്ചു, 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടു എന്ന് പറയുന്ന ആ വ്യക്തിത്വം പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ, പക്ഷേ എന്നിൽ ഒരുപാട് ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അറിയാതെ തന്നെ വരുന്നു, അറിയാതെ വരികയാണ്. ഒരിക്കലും ആഗ്രഹിച്ചിട്ടോ ക്ഷണിച്ചിട്ടോ അത് ചെയ്യണമോ എന്നോ വിചാരിച്ചു വരുന്നതല്ല, ആഗ്രഹിക്കാതെ തന്നെ അറിയാതെ വരികയാണ്. അപ്പോൾ എന്നിൽ 2 അവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ഒന്ന്, എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ദൈവവചനത്തോടും ദൈവിക നിയമങ്ങളോടും അദമ്യമായ സ്നേഹവും അത് അനുവർത്തിക്കണമെന്ന് ആഗ്രഹമിരിക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ, ബലഹീന അവയവങ്ങളിൽ സാത്താൻ്റെ പ്രമാണങ്ങളിരിക്കുന്നു. അരുത്, ചെയ്യണ്ട, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഇതൊക്കെ ആയിട്ടുള്ള പ്രമാണങ്ങളിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്താണ് ശാരീരികമായിട്ടുള്ള ചിന്തകളിൽ നിന്ന് മാറി ആത്മീയമായ ചിന്തകളിലേക്ക് വരിക. കാരണം ദുർഭകനായ മനുഷ്യനാണ്, അരിഷ്ടനായ മനുഷ്യനാണ്. ഇതിൽ നിന്ന് കർത്താവിന് മാത്രമേ നമ്മളെ മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവിനോട് കൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഹല്ലേലൂയ. ദൈവമേ നന്ദി, യേശുവേ നന്ദി, കർത്താവെ നന്ദി, കർത്താവെ സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ ഇനി എവൻഗേലിയോനിലേക്ക് കടക്കുകയാണ്. എവൻഗേലിയോൻ വായന നമുക്കറിയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 31 വരെ വാക്യങ്ങളാണ്. സൂറിൻ്റെയും സൈദോൻ്റെയും പ്രദേശങ്ങളിലേക്ക് വന്നു. യേശു തമ്പുരാൻ ഇതാ പ്രദേശങ്ങളിൽ നിന്ന് കനാൻകാരിയായ ഒരു സ്ത്രീ, ദാവീദിൻ്റെ പുത്രനായ എൻ്റെ കർത്താവേ, എന്നോട് മനസ്സലിയണമേ, എൻ്റെ മകൾ പിശാചിനാൽ കഠിനമായി ബാധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു വന്നു. അവൻ അവളോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ശിഷ്യന്മാർ അടുത്ത് ചെന്ന് അവനോട് അപേക്ഷിക്കുകയും നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്ന ഇവളെ പിരിച്ചുവിടണമേ എന്ന് പറയുകയും ചെയ്തു. അവൻ അവരോട് ഉത്തരമായിട്ട്, ഇസ്രായേൽ കുലത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ ഞാൻ അയക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അവളോ അടുത്ത് വന്ന് അവനെ വന്ദിച്ചു. എൻ്റെ കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവളോട്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ, സത്യം തന്നെ കർത്താവേ, എന്നാൽ നായ്ക്കളും അവയുടെ യജമാനന്മാരുടെ മേശകളിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ നിന്ന് ഉപജീവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു തമ്പുരാൻ അവളോട്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാകുന്നു, നീ ആഗ്രഹിക്കുന്ന പ്രകാരം നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവളുടെ മകൾ സുഖപ്പെടുകയും ചെയ്തു. യേശു തമ്പുരാൻ അവിടം വിട്ട് ഗലീല കടലിൻ്റെ തീരത്ത് എന്ന് മലയിൽ കയറിയിരുന്നു. അപ്പോൾ വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ ചെന്നു. അവരോടുകൂടെ മുടന്തന്മാരും കുരുടന്മാരും ഊമനന്മാരും അംഗഹീനരും മറ്റു പലരും ഉണ്ടായിരുന്നു. അവർ അവരെ യേശു തമ്പുരാൻ്റെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുകയും അവൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അത് ഊമർ സംസാരിക്കുകയും അംഗഹീനർ സുഖപ്പെടുകയും മുടന്തന്മാർ നടക്കുകയും കുരുടന്മാർ കാഴ്ച പ്രാപിക്കുകയും ചെയ്യുന്നതിനെ കാണുന്ന പുരുഷാരങ്ങൾ അത്ഭുതപ്പെടുവാൻ തക്കവണ്ണമായിരുന്നു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്ത് 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, കനാൻകാരി സ്ത്രീയുടെ മകൾ സുഖപ്പെടുന്നതും, മറ്റൊന്ന് മുടന്തന്മാരും കുരുടന്മാരും ഊമന്മാരും അംഗഹീനരും ഒക്കെ സൗഖ്യം പ്രാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വലിയ മലയുടെ മുകളിൽ യേശു കയറിയിരുന്നു. ജനമെല്ലാം അവിടെ തടിച്ചുകൂടി. യേശു ഒരുപക്ഷെ ചിലപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പോയതായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഉയർന്ന സ്ഥലത്തേക്ക്
മാറിയതായിരിക്കാം. ജനമെല്ലാം അവിടെ തടിച്ചുകൂടി. അവിടെ ഒരുപാട് ആളുകൾ യേശുവിൻ്റെ തൃപ്പാദത്തിങ്കൽ അവരുടെ വേദനകളും സങ്കടങ്ങളൊക്കെ സമർപ്പിച്ചു. സാധുക്കളെ കരുതുന്ന യേശുവിനെയാണ് ഇവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, യേശു എന്ന് പറയുന്നത് എന്താ? ഒരു വലിയ മഹാസമുദ്രമാണ്. കരുണയുടെ മഹാസമുദ്രം. ഒരു താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ വന്ന് യേശുവിനോട് യാചിക്കുകയാണ്, എൻ്റെ മകളെ സുഖപ്പെടുത്തണമെന്ന്. അപ്പോൾ യേശു പറയുന്നത് എന്താണ്? ഞാൻ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്കാണ് എന്നെ അയച്ചിരിക്കുന്നതെന്ന് പറയുക. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല ഒരു ഉപമ പറയുകയാണ്. മക്കൾക്കാണ് അപ്പം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്, അത് ആ നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞാൽ, മക്കൾക്ക് ഒന്നാം സ്ഥാനം വരട്ടെ, മറ്റുള്ളവർ പിന്നെ രണ്ടാമത് നിൽക്കുകയോ മൂന്നാമത് നിൽക്കുകയോ ചെയ്യട്ടെ എന്നുള്ള ആ ഒരു ചിന്ത അവിടെ ഇടുകയാണ്. ഒരുപക്ഷെ യേശുവിൻ്റെ സമയം കാനാവിലെ കല്യാണത്തിൽ പറഞ്ഞതുപോലെ ആകാത്തതുകൊണ്ടായിരിക്കാം, വിജാതീയരോടും സുവിശേഷം അറിയിക്കുന്ന സമയം ആകാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരോട് സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ യേശുവിനെ അവർ സമീപിക്കുമ്പോൾ അവരുടെ വിശ്വാസം ഏത് തരത്തിലെന്നുള്ളത് പരിശോധിക്കാനായിരിക്കാം. ഇന്നും നമുക്കറിയാലോ, അത്ഭുതങ്ങൾ നടക്കുന്നിടത്തെല്ലാം നാനാജാതി മതസ്ഥരുണ്ട്. നേർച്ച സദ്യ ഉള്ളിടത്തെല്ലാം നാനാജാതി മതസ്ഥരുണ്ട്. പക്ഷെ സ്വന്തം എന്ന് പറയുന്ന ആളുകളും, അതിന് ഉദാഹരണം പറഞ്ഞാൽ ക്രിസ്ത്യാനികളും ഇതര മതത്തിലെ സഹോദരങ്ങളും ഈ അത്ഭുതങ്ങളിലൂടെയും ഈ നേർച്ച സദ്യയിലൂടെയൊക്കെ കടന്നു പോകുന്നു എന്നുള്ളതല്ലാതെ നിത്യജീവനെ ശ്രദ്ധിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ അതിൻ്റെ ദാതാവായി കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയൊരു അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലത്തും ഇതുപോലെ ഒരു വലിയ പെരുന്നാളിന് നേർസദ്യ നടത്തുമ്പോഴൊക്കെ അവിടെ അനൗൺസ്മെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ വലിയൊരു സന്തോഷമായിരുന്നു. വലിയ ദൈവകൃപയിലാണ് നടന്നു പോയത്. നാനാജാതി മതസ്ഥരായുള്ള ആളുകൾക്ക് ഒത്തിരി സന്തോഷത്തിന് കാരണമായി എന്നൊക്കെയാണ് അനൗൺസ്മെൻറ്റ്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം യേശു അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഏത് കാലത്തും മനുഷ്യനാണല്ലോ. അപ്പോൾ യേശു ഇവിടെ ഈ സ്ത്രീയെ തൻ്റെ കാണാതെ പോയ, അല്ലെങ്കിൽ തൻ്റെ കുലത്തിൽപ്പെട്ടവരോട് പെരുമാറുന്നത് പോലെ തന്നെ പെരുമാറണമെന്ന് എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനെയും മനുഷ്യനെ പോലെ തന്നെ കാണണമെന്ന് ലോകത്തെ പഠിപ്പിക്കുകയും അത് മാതൃകയായി കാണിച്ചു കൊടുക്കുകയും ചെയ്തയാളാണ്. ലോകത്തെ പഠിപ്പിച്ചു, മാതൃകയായി കാണിച്ചു കൊടുത്തു. മാത്രമല്ല, ലോകത്തുള്ള ഏതൊരു താഴ്ന്ന ജാതിക്കാരനോടും ചേരുന്നതിനു വേണ്ടി ഏറ്റവും താഴ്ന്ന നിലയിൽ ഈ ഭൂമിയിൽ ജനിച്ചു. വളരെ ആഢ്യത്വമില്ലാത്ത, അത് ഫിലിപ്പിയർ ലേഖനത്തിലൊക്കെ പൗലോസ്ലീഹ പറയുന്നത്, അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസൻ്റെ വേഷം ധരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു എന്നാണ് ഫിലിപ്പിയർ ലേഖനം 2 പറയുന്നത്. അപ്പോൾ ഒരിക്കൽ പോലും യേശുവിൻ്റെ ജനനം ഒരു ദാരിദ്ര്യത്തിൻ്റെ അനുഭവമല്ല, സ്വയം തിരഞ്ഞെടുത്തതാണ്. യേശുവിൻ്റെ ജീവിതാന്തസ് ഒരു ദാസൻ്റെ മനോഭാവമാണ്. അത് നിവർത്തികേട് കൊണ്ടായിപ്പോയതല്ല, അത് സ്വയം തിരഞ്ഞെടുത്തതാണ്. അങ്ങനെയെങ്കിൽ ഈ കനാൻകാരി സ്ത്രീയോട് എന്തുകൊണ്ട് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞുവെങ്കിൽ അതിൻ്റെ കാരണം യേശുവിനെ അന്ന് വരെയുള്ള യഹൂദ റബ്ബിമാരെ പോലെയോ യഹൂദ പുരോഹിതന്മാരെ പോലെയോ യഹൂദ മതത്തിലെ നിയമജ്ഞരെ പരീശരെ പോലെയാണോ ഈ സ്ത്രീ കാണുന്നത്? അതെയോ തനിക്ക് കൂടി രക്ഷയുള്ള, തന്നെയും കൂടി രക്ഷിക്കാൻ കഴിയുന്ന ആ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനായി തന്നെ കാണുന്നു എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അല്ലാതെ ഈ സ്ത്രീയെ
ഒരിക്കലും നായ എന്ന് വിളിക്കാൻ യേശുവിന് സാധ്യമല്ല. കാരണം യേശുവിടെ ഇപ്പോൾ എത്ര വളർന്ന യഹൂദന്മാരുടെ ഇടയിൽ എത്ര വളർന്നു നിന്നാലും അവർ യേശുവിനെ വിളിക്കുന്നത് വ്യഭിചാരിയായ മറിയത്തിൻ്റെ മകൻ, ബേൽസെബൂബിലിനെ കൊണ്ട് ഭൂതങ്ങളെ ബഹിഷ്കരിക്കുന്നവൻ, അത്ഭുതങ്ങൾ നടത്തുന്നവൻ, തച്ചൻ്റെ മകൻ, നസ്രത്തിൽ ജനിച്ചവൻ, മഹാനൊന്നുമല്ല, ദൈവത്തിൻ്റെ പുത്രനല്ല, ഇവനെ കൊന്നുകളയണം എന്നാണ് ഈ സ്വന്തം ജനം പറയുന്നത്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറയുന്ന ഈ സമയത്ത് ഈ മക്കളെന്ന് പറയുന്ന ഇസ്രായേൽ ജനം, അതിൻ്റെ നേതൃത്വം യേശുവിനെ വ്യഭിചാര സന്തതി, തച്ചൻ്റെ മകൻ, പിശാചിൻ്റെ സന്തതി, പിശാചിനെ കൊണ്ട് അത്ഭുതങ്ങൾ നടത്തുന്നവൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് കൊല്ലാൻ ഓരോ നിമിഷവും നോക്കി തക്കം പാർത്തിരിക്കുന്നവരാണവർ. അത്രമാത്രം തൻ്റെ ജീവിതത്തെ ഈ സമൂഹം സ്വീകരിക്കുന്നില്ലല്ലോ എന്ന് ഒരു വശത്ത് വേദനിക്കുമ്പോൾ, മറുവശത്ത് ഒരു ഐത്തജാതിക്കാരിയോടോ ഐത്തജാതിക്കാരനോടോ എനിക്ക് ബന്ധമില്ല, ഞങ്ങൾ ഉയർന്നവരും നിങ്ങൾ കുറഞ്ഞവരുമാണെന്ന് ഒരിക്കലും സംസാരിക്കില്ല. ഞാനിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചു, തെക്കേ ആഫ്രിക്കയിലെ ടോൾസ്റ്റോയ് ഫാമിൽ ഒരു മുസ്ലിം സഹോദരൻ വിരുന്നു വന്ന് അയാൾ ഉപയോഗിച്ച കക്കൂസ് വൃത്തിയാക്കുവാൻ ഇന്ത്യൻ ഗ്രാമത്തിൽ നിന്ന് ഒരു സവർണ ഹിന്ദു യുവതി വിസമ്മതിച്ചു എന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അത് ചെയ്തില്ല. അപ്പോൾ അവരുടെ ഭർത്താവ് അവരുടെ മുടിക്ക് ചുറ്റിപ്പിടിച്ച് അവരെ ആ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കി എന്നാണ് പറയുന്നത്. നിനക്ക് ഈ ആശ്രമത്തിൽ താമസിക്കുവാനുള്ള മനോഭാവമില്ല, നിൻ്റെ മനോഭാവം അതിന് യോഗ്യമല്ല. ആ വാതില് കൊട്ടിയടച്ചു എന്നാണ്. ആ സ്ത്രീ ഏറെ നേരം ആ അടച്ചിട്ട വാതിൽക്കൽ നിന്ന് കരഞ്ഞു എന്നാണ്. അത് അങ്ങനെ ആ പ്രവൃത്തി ചെയ്തയാൾ മഹാത്മാഗാന്ധിയാണെന്നും ആ ഹിന്ദു യുവതി മഹാത്മാഗാന്ധിയുടെ ഭാര്യയാണെന്നുമാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എല്ലാ മതക്കാരെയും ഒരേപോലെ കണ്ട് സ്നേഹിക്കണമെന്നും എല്ലാ മതക്കാർക്കും ഒരേപോലെയുള്ള ശുശ്രൂഷകൾ, സേവനങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും മഹാത്മാഗാന്ധി ആഗ്രഹിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത്. ഭാര്യയെ വെറുത്തു എന്നുള്ളതല്ല ഇതിലൂടെ മനസ്സിലാകുന്നത്. ഒരു മുസ്ലിം സഹോദരൻ്റെ എന്താ പറയുന്നത്, ഉപയോഗിച്ച കക്കൂസ് കഴുകാഞ്ഞതിൻ്റെ പേരിൽ സ്വന്തം ഭാര്യയെ വെറുത്തു അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ ഇടിച്ചു കുത്തി എന്നല്ല അതിൽ അർത്ഥമാകുന്നത്. നീതിബോധമുള്ള ഏതൊരാൾക്കും ലോകത്തുള്ള ഏതൊരു മനുഷ്യനോടും മനുഷ്യനാകണം, മനുഷ്യനായി കാണണം എന്ന് പറയാനുള്ള അവകാശവും നീതിബോധവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു എത്രയധികമായി മനുഷ്യനാകണമെന്ന് ആവർത്തിച്ച് സംസാരിച്ചിട്ടുണ്ട്. നല്ല മനുഷ്യനാകണം, ദൈവ സ്വഭാവമുള്ളവനാകണം, നീ ദൈവമകനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ 100% വിശ്വസിക്കുന്നു, മനസ്സിലാക്കുന്നു, യേശുക്രിസ്തു ആ സ്ത്രീയുടെ തന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്തെന്നറിയുന്നതിന് വേണ്ടി ആരായുന്നതാണ് അല്ലെങ്കിൽ സംസാരിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സ്ത്രീ വളരെ ധീരതയോടെ, വളരെ എളിമയോടെ, രണ്ടും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ അത്ഭുതമുണ്ട്. എളിമയും ധീരതയും. തൻ്റെ മുൻപിൽ നിൽക്കുന്ന വ്യക്തി ആരെന്ന് ചിന്തിക്കാതെ സംസാരിക്കാൻ തുനിയുന്ന, തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴും സംസാരിക്കാൻ തുനിയുന്ന ധീരത. എന്നാൽ യജമാനൻ്റെ കീഴിൽ മേശപ്പുറത്ത് വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ട് നായ്ക്കളും ഉപജീവിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന എളിമ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമായിരിക്കണം.
പേടിച്ച് ഉരുണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്നാൽ പോരാ. തൻ്റെ അവകാശവും തനിക്ക് നേടേണ്ട കാര്യങ്ങളെല്ലാം സ്വയം ബോധമുള്ള ആളായിരിക്കണം. നേടേണ്ടതിന് ഏതറ്റം വരെയും പോകണം. ബോധമുള്ളവരായിരിക്കണം. അങ്ങനെ നേടിയെടുത്ത ആളുകളൊക്കെ ഉണ്ട്, ദൈവമാർഗത്തിലൂടെയല്ല. അപ്പോൾ ദൈവമാർഗത്തിലേക്ക് വരുമ്പോൾ ഏതൊരാൾക്കും നേടിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുവാനുള്ള താല്പര്യം ജനിക്കും. നല്ലൊരു മനുഷ്യനാകുമ്പോൾ, തൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധമുള്ള ഒരാളാകുമ്പോൾ, അതിനനുസരിച്ചുള്ള ധീരതയും അതിനനുസരിച്ചുള്ള എളിമയും ജീവിതത്തിലുണ്ടെങ്കിൽ വലിയ സംഭവമായിരിക്കുമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചല്ലോ. അത് പ്രിയമുള്ളവരെ, ആ ജ്ഞാനായക്കാരി സ്ത്രീക്ക് അതുണ്ടായി. അവൾ സ്ത്രീയെന്നോ ഒന്നും ചിന്തിച്ചില്ല. പ്രത്യേകിച്ച് അത്രയും പുരുഷന്മാരുടെ ഇടയിലും, പ്രത്യേകിച്ച് ഒരു റബ്ബി എന്ന് പറയുന്ന യഹൂദന്മാരുടെ ഇടയിലൊന്നും അങ്ങനെയൊരു സ്ത്രീക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്ന ഇടമല്ല. ഒരുപക്ഷെ ഈ സ്ത്രീ ഇത്രയും സംവാദം നടത്തുന്നത് അവളുടെ ആവശ്യമായിരിക്കാം വലുത്. പക്ഷെ എൻ്റെ ആവശ്യം എൻ്റെ മകളുടെ സൗഖ്യമാണ്. ആ മകളുടെ സൗഖ്യത്തിന് ഏതറ്റം വരെയും എനിക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു വിചാരം മാത്രമല്ല, ഞാൻ സംസാരിക്കുന്ന വ്യക്തി അതിന് മതിയായതാണെന്നുള്ള വിശ്വാസം, ഇത് വലിയ പ്രധാന ഘടകമാണ് പ്രിയമുള്ളവരെ. ക്രിസ്ത്യാനിയ എന്ന് പറഞ്ഞ് ജീവിച്ചുകൊണ്ട് കിടന്നൊരു കാര്യമില്ല, അതുകൊണ്ടൊന്നും പൂർണ്ണമാകുന്നില്ല. ഇതുപോലെയുള്ള ഈ ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിത്വങ്ങളെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ ശ്രമിക്കണം. അവരുടെ അഭിപ്രായങ്ങളെ, അവരുടെ ജീവിത വഴികളെ സ്വന്തമാക്കിക്കൊണ്ട് യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ കഴിയണം. എന്തുകൊണ്ടാണ് താഴെയുള്ളവരെ കുറിച്ച് ആ സൗഖ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിച്ചത്? അവർക്കത് മതി. അവരതിനെക്കുറിച്ച് ഒരു സംവാദത്തിനോ തർക്കത്തിനോ പോകുന്നില്ല. ഇവിടെ സ്ത്രീ അങ്ങനെയല്ല. ഈ സ്ത്രീ ആഴമേറിയ വിശ്വാസത്തിലേക്ക് വളരുകയാണ്. ഇയാൾ ഇതിന് കഴിയുമെന്നുള്ളവനാണ്. ഇയാൾ യജമാനനാണെന്നും ഈ മനുഷ്യൻ ആ യജമാനൻ്റെ മക്കളുടെ സ്ഥാനത്തേക്ക് വന്നില്ലെങ്കിലും ആ മുടിയനായ പുത്രൻ പറഞ്ഞതുപോലെ ഒരു ദാസന്റെ സ്ഥാനത്തെങ്കിലും എന്നെ കാണുക. കാരണം ഞാൻ നോക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അനേകം സമൃദ്ധിയുണ്ട്. പിന്നെ ഞാനെന്തിന് പട്ടിണി കിടക്കണം? ഞാൻ പട്ടിണി കിടക്കുന്നത് എൻ്റെ പോരായ്മയാണ്, അതെൻ്റെ പ്രശ്നമാണ്. എൻ്റെ അപ്പൻ്റെ ചിന്തയിലേക്ക്, എൻ്റെ അപ്പൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഞാൻ പ്രവർത്തിച്ചതുകൊണ്ടാണ്. എൻ്റെ അപ്പൻ്റെ ചിന്തയിലേക്ക് ഞാൻ വന്നിരുന്നുവെങ്കിൽ, എൻ്റെ അപ്പൻ്റെ ഇഷ്ടത്തിന് ഞാൻ നിന്നിരുന്നുവെങ്കിൽ എനിക്കൊരിക്കലും ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ഇതേ മനോഭാവമാണ് ഈ സ്ത്രീ കാണുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ്. ഈ സ്ത്രീയിൽ അങ്ങനെ ഒരു മനോഭാവം കാണുകയാണ്. എനിക്ക് ഇത് നേടിത്തരാൻ കഴിയുന്ന ദൈവമാണ് എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മളുടെ വിശ്വാസം ആ തരത്തിൽ വളരണം. നമ്മുടെ വിശ്വാസം ആ തരത്തിലേക്ക് വളരണം. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാകുന്നു, നീ ആഗ്രഹിക്കുന്ന പ്രകാരം നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവളുടെ മകൾ സുഖപ്പെടുകയും ചെയ്തു. നിന്റെ വിശ്വാസം വലുത്. നീ എന്താണോ ആഗ്രഹിക്കുന്നത്, അവളുടെ മകൾക്ക് സൗഖ്യം കിട്ടണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. അവൾ ആഗ്രഹിക്കുന്ന അവളെയും ഈ നായ്ക്കൾക്കുള്ള സ്ഥാനമെങ്കിലും ഈ ദൈവസന്നിധിയിൽ കിട്ടണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ യേശു അവൾക്ക് എൻ്റെ വിശ്വാസം വലുത് എന്ന് പറഞ്ഞുകൊണ്ട് മക്കളുടെ സ്ഥാനത്ത് തന്നെ കൊടുത്തു. മക്കളുടെ സ്ഥാനത്ത് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ പാടുന്നത്, ഭൂവിൽ അശേഷം ദൈവത്താൽ പ്രേരിതരായി സ്ലീഹന്മാർ പോയി, ജാതികളിടയിൽ ഭൂതലസീമയതോളം നല്ലവൻ ഗേലിയോൻ കൈക്കൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. ഭൂമിയിൽ അശേഷം, ഭൂമിയിൽ ഒരിടത്തും ബാക്കിയില്ലാതെ
അശേഷം സ്ലീഹന്മാർ ജാതികളുടെ ഇടയിലേക്ക് ഈ സത്യേവൻഗേലിയോനെ വഹിച്ചു കൊണ്ടുപോയി. ഈ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവർക്കൊക്കെയും ഈ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്കൊക്കെയും ഭാഗ്യമെന്ന് അറിയിച്ചു. അതുകൊണ്ട് ഈ കനാനായക്കാരിയെ ഓർക്കുന്ന ഈ ഞായറാഴ്ച എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം വർദ്ധിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നേടിയെടുത്ത അനുഗ്രഹങ്ങളെല്ലാം ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഭാഗങ്ങളിലെ 2 വായനകളിൽ നിന്നായിട്ട് നമ്മൾ ഇന്ന് കേട്ടത്, ഒന്ന്, ശതാധിപൻ വിജാതീയനായിരുന്നുവെങ്കിലും തൻ്റെ പ്രിയന് വേണ്ടി, തൻ്റെ പ്രിയനെ എന്ന് വിളിക്കുന്ന ആരാണ്? തൻ്റെ അടിമ, തൻ്റെ ദാസൻ, തൻ്റെ വീട്ടിലെ പണിക്കാരൻ, അവനെ പ്രിയനെന്ന് തോന്നത്തക്കവണ്ണം മനസ്സ് വലുതായി അവന് വേണ്ടി യേശുവിൻ്റെ അടുക്കൽ വന്ന് അപേക്ഷിച്ചു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ വിജാതീയനെന്നോ വ്യത്യാസമില്ലാതെ ആ ശതാധിപൻ എല്ലാവരെയും സ്നേഹിച്ചു എന്ന് യഹൂദ റബ്ബിമാർ യേശുവിനോട് സാക്ഷ്യം പറഞ്ഞു. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു, ശമൂവേലിൻ്റെ കാലത്ത് ഇസ്രായേലെല്ലാം ജീവപര്യന്തം യാതൊരു ക്ഷാമവും ബുദ്ധിമുട്ടുമില്ലാതെ പ്രവർത്തിച്ചു വന്നു. ഇസ്രായേലിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. എബനേസർ ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് ഒരു പേരിട്ട് ഒരാലയമുണ്ടാക്കിയെന്ന്. എന്തുകൊണ്ട് നിങ്ങൾ അഭിവൃദ്ധിപ്പെടുന്നില്ല സാമ്പത്തികമായി എന്ന് ചോദിച്ചപ്പോൾ ആത്മീയമായി വളർച്ചയില്ലാത്തത് കൊണ്ടാണ് എന്ന് രണ്ടാമത് നമ്മൾ വായിച്ചു കേട്ടു. ശബത്തിനെ അശുദ്ധമാക്കാതെ ശബത്തിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ആത്മീയമായി മുന്നോട്ട് പോകുവാൻ ഇനിമേൽ യാതൊരു ദോഷം വരികയില്ല എന്ന് പഴയ നിയമത്തിലെ 3-ാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടു. 4-ാമത് ലേഖനങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. ആത്മാവിനാൽ നിറഞ്ഞ് പീഡനങ്ങളുണ്ട് എന്നും പട്ടണം തോറും ദുരിതങ്ങളുണ്ടെന്നും ഞെരുക്കങ്ങളുണ്ടെന്നും അറിഞ്ഞിട്ടും ആത്മാവിനാൽ നിറഞ്ഞ് ദൈവരാജ്യത്തിനു വേണ്ടി വേല ചെയ്യുവാനുള്ള ഒരുക്കമുള്ള പൗലോസിനെയാണ് നമ്മൾ കണ്ടത്. അതേപോലെ ആത്മാവിനാൽ ഓരോരോ ഇടവകളിലും ആക്കി വെക്കുന്ന നേതൃത്വത്തിലിരിക്കുന്നവർ ഇതുപോലെ പ്രവർത്തിക്കണമെന്ന് പൗലോസ്ലീഹ ഓർപ്പിച്ചു. രണ്ടാമത് പൗലോസ്ലീഹ തന്നെ പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. എൻ്റെ ഹൃദയത്തിൽ ന്യായപ്രമാണം മുഴുവനും ആചരിക്കണമെന്നും അതനുസരിച്ച് പ്രവർത്തിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ എൻ്റെ അവയവങ്ങളിൽ പാപത്തിൻ്റെ അളവുണ്ട്, അതിന് പാപമുണ്ട്. അതുകൊണ്ട് പിശാച് എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞു. അയ്യോ, എന്നെ ആര് രക്ഷിക്കും? കർത്താവായ യേശു ക്രിസ്തു തന്നെ എന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ ധ്യാന വിഷയമായിരുന്നു. 2 ദിവസം കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഒറ്റ ദിവസം എടുത്തത്. സമയത്തിൻ്റെ ചില ക്രമീകരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി. അതുകൊണ്ട് ക്ഷമിക്കണം പ്രിയമുള്ളവരെ. അവസാനം നമ്മൾ കനാനായക്കാരി സ്ത്രീയുടെ ജീവിതത്തെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു, കാണുകയായിരുന്നു. ഞാനും നിങ്ങളും ഇതേ അവസ്ഥയിൽ ഈ നോമ്പിൽ, ഈ പരിശുദ്ധ നോമ്പേ സമാധാനത്തോടെ വരണമേ എന്ന് പ്രാർത്ഥിച്ചാലൊന്നും സമാധാനം വരില്ല. നോമ്പ് നമുക്ക് സമാധാനം തരുന്നതാണ്, കൊണ്ടുവരുന്നതാണ്. കാരണം എന്താണ്? ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ നിഹനിച്ചുകൊണ്ട് ദൈവ ഇഷ്ടങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ, ദൈവരാജ്യ പ്രഘോഷകർ, ദൈവരാജ്യവാഹകർ എല്ലാവരുമായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ നോമ്പ് ആചരിച്ചതുകൊണ്ട് മാത്രമായില്ല പ്രിയമുള്ളവരെ. നോമ്പ് തരുന്ന അതിൻ്റെ ഒരു പൂർണ്ണതയുണ്ട്. എന്താണ് ആ പൂർണ്ണത? നമ്മുടെ കർത്താവ് നോറ്റു. മോശയും ഏലിയായും അവർ നോറ്റുപവാസം 40 നാൾ. കർത്താവും ഈ നോമ്പേറ്റു, നാശകനെ തോൽപ്പിച്ചു. നോമ്പ് ആ നാശകൻ്റെ തലയെ തകർക്കുന്നതായിരിക്കണം. അത്രമാത്രം ക്രിസ്തു നമ്മിൽ വളരണം. നമുക്കൊന്നും തകർക്കാൻ പറ്റില്ല, നമ്മളെ അവൻ തകർക്കും. പക്ഷെ ക്രിസ്തു നമ്മളിലുണ്ടെങ്കിൽ, യോശുവായോട് ദൈവം പറഞ്ഞു, ശത്രുക്കൾ എത്ര വലുതായിക്കോട്ടെ, കോട്ട മതിലെത്ര വലുതായിക്കൊള്ളട്ടെ, അതിനേക്കാൾ ശക്തനാണ് നിൻ്റെ ഉള്ളിലുള്ളവൻ. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ടാകും, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തു.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, എരിഹോ കോട്ട 7 ദിവസത്തെ കാഹളനാദം ഊതിക്കൊണ്ടുള്ള പുരോഹിതൻ യോശുവയുടെ നേതൃത്വത്തിൽ പുരോഹിതന്മാരും സാമാന്യ ജനങ്ങളും ചേർന്ന് ഒരു 7 റൗണ്ട് പ്രാർത്ഥിച്ചപ്പോൾ യാതൊരു സന്നാഹങ്ങളുമില്ലാതെ അത് തകർന്നു വീണു. അപ്പം നോമ്പും പ്രാർത്ഥനയും ഉപവാസവും പ്രിയമുള്ളവരെ കോട്ടകൾ തകരുന്നതിന് വേണ്ടിയാണ്. സാത്താൻ്റെ കോട്ടകൾ തകരുന്നതിന് വേണ്ടി. കർത്താവിന് സാധിക്കും, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് കർത്താവിനെ മുറുകെ പിടിച്ച്, കർത്താവിൻ്റെ ബലമാണ്, കർത്താവിൻ്റെ ശക്തിയാണ്. ഫിലിപ്പിയർ 4:13 എഴുതി വച്ചിരിക്കുന്ന പോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണെന്ന് പറയുവാൻ. നെഹമ്യ 2:20 സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം നൽകുമെന്ന് പറയുവാനുള്ള ആർജവം നേടിയെടുക്കുക ഈ ഞായറാഴ്ചത്തെ വായനയിലൂടെ. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും ദൈവസ്നേഹത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. ശതാധിപനെ പോലെ, കനാന്യ സ്ത്രീയെപ്പോലെ വിശ്വാസത്തിൻ്റെ വലിയ ഉറവ പൊട്ടിപ്പുറപ്പെടുവാൻ തക്കവണ്ണം എന്നിൽ കൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ശതാധിപൻ്റെയും കനാന്യ സ്ത്രീയുടെയും ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ പോലെ ഇത് പറയുന്ന എനിക്കും ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒത്തിരി ആവശ്യങ്ങളുണ്ടല്ലോ ദൈവമേ. അതെല്ലാം സാധ്യമാക്കി കൊടുക്കണമേ. ഞങ്ങളിലുള്ള രോഗികളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കടബാധ്യതകൾ മാറിക്കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തകർച്ചകൾ, വേദനകൾ, മനസ്സിൻ്റെ സംഘർഷങ്ങളെല്ലാം മാറ്റി ഐശ്വര്യവും അഭിവൃദ്ധിയുള്ളവരാക്കി തീർത്ത്, ഇതാ ഞങ്ങൾ കൂലി വാങ്ങുന്നത് ഓട്ടസഞ്ചിയിലല്ല, അത് നിറവുള്ള സഞ്ചിയിലാണെന്ന് പറയത്തക്കവണ്ണം മലയിൽ കടന്നു എന്ന് തടിവെട്ടി ആലയം പണിയുവാൻ അത്രമാത്രം ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളെ വിശുദ്ധീകരിക്കുവാനുള്ള തീഷ്ണത ഉണ്ടാകുവത്തക്കവണ്ണം ഈ ഞായറാഴ്ചത്തെ വായനകൾ, ഈ ഞായറാഴ്ചത്തെ ആരാധന, ഇന്ന് തുടങ്ങുന്ന ഈ സന്ധ്യ മുതൽ ഞങ്ങൾക്ക് കൃപ വരമായി അനുഗ്രഹമായി നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും വിശുദ്ധിമതികളുടെയും മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ടും പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പിതാവേ ചോദിക്കുന്നു, കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമേൻ.